ഹലോ ഗൈസ്, ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഞാൻ പൊക്കോണ്ടിരിക്കുന്ന വഴിയില്ലേ, ഈ വഴിയുടെ സ്പീഡ് ലിമിറ്റ് എത്രയെന്ന് അറിയോ? 60 മൈലാട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 100 കിലോമീറ്റർ വരും. അത് പറഞ്ഞു തീർന്നില്ല, അപ്പം തന്നെ എനിക്കൊരു 8ന്റെ പണി കിട്ടിട്ടോ. ഒരു 3-4 കാർ അടുപ്പിച്ച് ഫ്രണ്ടിൽ വന്ന് നിന്നേ. മുന്നോട്ട് പോകുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു കേട്ടോ. കാരണം ഒരു കാറിന് പോകാവുന്ന കറക്റ്റ് വിടവാട്ടോ ആ റോഡിനുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ദൂരം റിവേഴ്സ് പോകേണ്ട വന്നിട്ടോ. ഞാൻ കാറ് മേടിച്ചപ്പോൾ ഇതുവരെ ഇത്രയും ദൂരം റിവേഴ്സ് ഓടിച്ച് പരിചയമില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടോ ഇത്രയും ദൂരം റിവേഴ്സ് പോകുന്നത്. ഏകദേശം ഒരു 400 മീറ്ററോളം റിവേഴ്സ് പോയി കേട്ടോ ഇവരെ കടത്തി വിടാനായിട്ട്. പക്ഷെ നമ്മൾ വണ്ടി ഒതുക്കിക്കഴിഞ്ഞ് ഇവർ കടന്നു പോകുന്ന സമയത്ത് അവർ കൈ കാണിച്ചിട്ട് ഒരു ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ്. അപ്പം നിങ്ങൾ ഈ സൈൻ കണ്ടോ, 2 സൈഡിലും കാണുന്ന വൈറ്റും ബ്ലാക്കും കൂടെയുള്ള സൈന്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിലൂടെ നമുക്ക് നാഷണൽ സ്പീഡ് ലിമിറ്റിൽ വണ്ടി ഓടിക്കാൻ കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ സൈൻ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് 60 മൈൽ/അവർ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 km/h വരെ നമുക്ക് ഈ റോഡിലൂടെ വണ്ടി ഓടിക്കാമെന്നാണ് കേട്ടോ. പക്ഷേ ഈ റോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ റോഡിലൂടെ 100 km/h സ്പീഡിൽ വണ്ടി ഓടിക്കാമെന്ന്? പിന്നെ ഇവിടുത്തെ റൂൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ 100 കിലോമീറ്റർ എന്നുള്ളൊരു സ്പീഡ് ലിമിറ്റ് മാത്രം കേട്ടോ. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് റോഡൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 100 കിലോമീറ്റർ വരെ സ്പീഡിൽ പോകാം. അല്ലാത്ത സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ കർവും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ സ്പീഡ് കുറച്ച് ചിലപ്പോൾ 20 മൈൽ/അവർ പോകേണ്ടി വരും, ചിലപ്പോൾ ഇതുപോലെ 40 പോകേണ്ടി വരും. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും കേട്ടോ. അതാണ് UK ഈ കൺട്രി സൈഡ് റോഡുകളുടെ പ്രത്യേകത. പിന്നെ ഇതുപോലത്തെ റോഡുകളിലൂടെ പോയി കഴിയുമ്പം നമ്മൾ ശരിക്കും കെയർഫുൾ ആയിരിക്കണം. കാരണം ഓപ്പോസിറ്റ് വണ്ടി എപ്പോഴും വരാം. ചിലപ്പോൾ ഒരു കർവി വെച്ചായിരിക്കും വണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചവിട്ടേണ്ടി വരും, ചിലപ്പോൾ റിവേഴ്സ് എടുക്കേണ്ടി വരും, ചിലപ്പോൾ റോഡ് മൊത്തത്തിൽ ബ്ലോക്ക് ആവാൻ വരെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഭയങ്കര കെയർഫുള്ളായിട്ടാണ് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കൺട്രി സൈഡ് റോഡിൽ പോയി വണ്ടി ഓടിച്ച് നോക്കുക. പിന്നെ ഇതുപോലെ തന്നെ മാക്സിമം കെയർഫുൾ ആയിരിക്കണം കേട്ടോ.